ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻകുട്ടു. വിഷു ഫലത്തെ പറ്റിയുള്ള ഒരു ഫലപ്രവചനമാണ് ഇവിടെ പറയുന്നത്. ഐശ്വര്യത്തിന്റെയും അഭിവൃദ്ധിയുടെയും കാലമായ മേടമാസത്തിലുള്ള വിഷുപ്പുലരി എല്ലാവരും ആകാംക്ഷയോടെയും ഉത്സാഹത്തോടെയാണ് വരവേൽക്കാറുള്ളത്. പ്രാചീന കാലം തൊട്ടേ ജ്യോതിഷ ഫലത്തിൽ മേട മാസത്തിലുള്ള വിഷുഫലത്തിന്റെ ഫലങ്ങൾ പുരാതന കാലം തൊട്ടേ ഉള്ളതാണ്. പണ്ടെല്ലാം അമ്പലത്തിൽ വെച്ച് അവിടുത്തെ അടുത്തുള്ള ജ്യോത്സ്യൻ അവിടുത്തെ പഞ്ചാംഗം വായിച്ച് ഓരോരുത്തരെയും കേൾപ്പിക്കുകയും അതുപോലെ തന്നെ ഭഗവാനോ ഭഗവതിയെയും കേൾപ്പിക്കുകയും ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇപ്പോൾ ശാസ്ത്രലോകം വളർന്ന കാരണം അതെല്ലാം മാറി ഇപ്പോൾ ഇന്റർനെറ്റ് മുഖേനയും മറ്റുള്ളതും ഫലപ്രവചനങ്ങൾ ഇഷ്ടം പോലെ വരുവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ച് പറഞ്ഞാൽ ജ്യോതിഷ ഫലത്തിൽ ഈ വർഷത്തിൽ 2019 അതായത് ഈ 2019 മേടമാസം, അതായത് 1194 മേടമാസം തൊട്ട് 1095 മേടമാസം വരയ്ക്കുള്ള ഒരു വർഷത്തെ വിഷുഫലമാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ വിഷുഫലത്തിൽ നോക്കുന്ന സമയത്ത് ധനുരാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനിയും ധനുരാശിയിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴവും നിൽക്കെ 1194 ആണ്ട് മീനമാസം 31 തീയതി 19 നാഴികയും 27 വിനാഴികയും ചെന്ന സമയത്താണ് മേടരവി സംക്രമം, അതായത് മേടമാസത്തിലേക്ക് രവി സഞ്ചരിക്കുന്നത്, സൂര്യൻ എത്തുന്ന സമയം പറയുന്നത്. 2019 ഏപ്രിൽ 14 തീയതി പകൽ, ഞായറാഴ്ച പകൽ 2 മണിയോടുകൂടിയാണ് ഈ മേടമാസത്തിലേക്ക് സൂര്യൻ എത്തുന്നത്. മേടൻ രാശിയിൽ സൂര്യന് ഉച്ചഫലമാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഉച്ചഫലം വരുന്നത് കൊണ്ട് തന്നെയാണ് മേടരവി സംക്രമം എന്ന് പറയുന്നത്. പക്ഷെ പലവിധ സംക്രമങ്ങളുണ്ട്. എല്ലാ മാസത്തിലും സംക്രമം നടത്താറുണ്ട്. പക്ഷെ മേടമാസത്തിലുള്ള സംക്രമത്തിനുള്ള പ്രത്യേകത കൊടുക്കാറുമുണ്ട്. അപ്പോ ഇപ്പോൾ വന്നിരിക്കുന്നത് ആയില്യ നക്ഷത്രത്തിലാണ്. അതായത് ചന്ദ്രൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രാശി ആയില്യ നക്ഷത്രത്തിലാണ്. അപ്പോൾ ആയില്യ നക്ഷത്രത്തിലാണ് വിഷുഫലം വന്നിരിക്കുന്നത്. വിഷു നക്ഷത്രം, വിഷു തുടങ്ങുന്ന ദിവസം ആയില്യ നക്ഷത്രത്തിലാണ് വന്നിരിക്കുന്നത്. അതായത് ഈ മീനമാസം 31 തീയതി കഴിഞ്ഞ് മേടമാസം ഉദിക്കുമ്പോൾ പകൽ ചെന്ന സമയത്ത് മേടമാസം ഉദിക്കുവായി. ആ സമയത്ത് ചന്ദ്രൻ നിൽക്കുന്ന രാശി കർക്കടക രാശിയാണ്. അതിൽ തന്നെ ആയില്യ നക്ഷത്രത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പോ 1194 ആണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ചന്ദ്രൻ നിൽക്കുന്ന രാശി കർക്കടക ലഗ്ന സമുച്ചയത്തിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ശുക്ലപക്ഷ തിഥിയും കഴുതകരണവും ശൂലനാമനിത്യയോഗവും കൂടിയ കർക്കടക ലഗ്ന സമുച്ചയത്തിൽ മേഷരവി സംക്രമം എന്നാണ് പറയുന്നത്. അപ്പൊ സംക്രമം ഞായറാഴ്ചയാകയാൽ സ്വൽപ്പവൃഷ്ടിയും പകലാകിയാൽ അർഘനാശവും കലഹവും എന്നാണ് പറയുന്നത്. അർഘനാശവും കലഹവും. ആയില്യം നക്ഷത്രത്തിലാകിയാൽ അതിവർഷവും തസ്കരഭയവും ഭരണാധികാരിമാർക്ക് ക്ഷയാവസ്ഥയും ഉള്ള ഒരവസ്ഥയാണ്. ദശമി തീയതിയിലാകിയാൽ അതിവർഷവും പശുവർദ്ധനയും ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ അവസ്ഥകൾ സാമ്പത്തിക അനിസ്ഥിതി വെച്ച് നോക്കുമ്പോൾ ധനധാന്യ സമൃദ്ധി ഇഷ്ടം പോലെ വരുവാനും ബഹുവർഷവും ശൂലനാമ നിത്യയോഗത്തിലാകയാൽ മൃത്യുഭയവും രോഗവും വരുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകം വിവരിക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ കർക്കടക രാശിയിലാണ് കർക്കടക രാശി ലഗ്ന സമുച്ചയത്തിലാണ് ഇപ്പോൾ വിഷുഫലം വന്നിരിക്കുന്നത്. അപ്പോൾ കർക്കടകത്തിൽ നിന്നും 6ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള വ്യാഴൻ നിൽക്കുന്നത് ദോഷകരം തന്നെയാണ്. വ്യാഴൻ ദൈവാനുഗ്രഹം തരുന്ന മഹാവിഷ്ണു തന്നെയാണ്, ഗുരു ഭഗവാൻ തന്നെയാണ്. ആ ദൈവാനുഗ്രഹം തരുന്ന ഒരു ഗ്രഹമാണ് 6ാം ഭാവത്തിൽ മറഞ്ഞു നിൽക്കുന്നത്. കഴിഞ്ഞ കൊല്ലത്തെ വിഷുഫലത്തിൽ മീനൻ രാശി ലഗ്ന സമുച്ചയത്തിൽ വരുമ്പോൾ അഷ്ടമത്തിലായിരുന്നു വ്യാഴത്തിന്റെ സ്ഥിതി. നാശമായിരുന്നു ഫലം. അത് നമ്മളെല്ലാവരും അനുഭവിച്ചറിഞ്ഞതാണ്. ഇപ്പോൾ 6ാം ഭാവത്തിലാണ്. രോഗാവസ്ഥ, പുതിയ രോഗങ്ങൾ വരുവാനുള്ള സാധ്യതയും അതുമൂലം ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ വർഷം പൊതുവെ മഴ കൂടുതൽ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ കർക്കടക രാശി ജലരാശിയാണ്. അതെ, കർക്കടക രാശി കുളീര രാശി എന്ന് പറഞ്ഞു, കുളിര് പോരുന്ന രാശിയാണ്. അപ്പൊ കർക്കടക രാശി ജലരാശിയായ കാരണം കൊണ്ടും 6ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴൻ, അപ്പോൾ മഴ ഇഷ്ടം പോലെ കിട്ടുവാനുള്ള സാധ്യതയുണ്ട്.
മഴയ്ക്ക് യാതൊരുവിധ കുറവും ഉണ്ടാവില്ല. പക്ഷെ കഴിഞ്ഞ വർഷത്തേക്കാൾ അതിഭയങ്കരമായിട്ടുള്ള മഴ പെയ്ത് വെള്ളപ്പൊക്കമെല്ലാം സൃഷ്ടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. പക്ഷെ എങ്കിൽ ചില പ്രദേശങ്ങളിലെല്ലാം അത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും കഴിഞ്ഞ വർഷത്തെ പോലെ നാശങ്ങൾ ഒരുപാട് ഉണ്ടാവാൻ സാധ്യത, പക്ഷെ രോഗാധിക്യം വരുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അതിനായി കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം മഹാസുദർശന ഹോമവും മൃത്യുഞ്ജയ ഹോമവും എല്ലാം ചെയ്യുന്ന വർഷം, അതുപോലെ തന്നെ യാഗങ്ങൾ നടത്തുന്നത് വർഷവും കുറേയൊക്കെ ജനങ്ങൾക്ക് രോഗാധിക്യം വരുവാതിരിക്കുവാനും വന്നാൽ ഭേദപ്പെടുത്തുവാനുമായിട്ടുള്ള ഒരു സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് ഓരോരോ നക്ഷത്രക്കാർക്കും എങ്ങനെയുള്ള ഫലമായിരിക്കും വിഷുഫലത്തിൽ വരുന്നത് എന്ന് നമുക്ക് കണക്കാക്കാം. ഓരോരുത്തര നക്ഷത്രക്കാർക്ക് പൊതുവെ വിഷുഫലത്തിൽ ഗുണഫലം തന്നെയാണ് കാണുന്നത്. ഇവർക്ക് ഗുണഫലത്തിൽ വന്നത് ഇപ്പോൾ കാണുന്നത് ശാരീരിക സംബന്ധമായിട്ടുള്ള ഉന്മേഷവും ആരോഗ്യവും പൊതുവെ തൃപ്തികരമായിരിക്കും. കുടുംബാന്തരീക്ഷം പൊതുവെ അനുകൂലപരമായിരിക്കും. ധനാഭിവൃദ്ധി ഉണ്ടാവുന്നതാണ്. കുടുംബത്തിൽ സമാധാനം നിലനിർത്തും. അതുപോലെ ധനാഭിവൃദ്ധി വരുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആഭരണങ്ങൾ ശേഖരിച്ച് വിറ്റുവാൻ പറ്റിയ ഒരു സമയം കൂടിയാണ് ഇപ്പോൾ കാണുന്നത്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. ധൈര്യസമേതം ഇറങ്ങുന്ന കാര്യങ്ങൾക്കെല്ലാം വളരെ ഉചിതപരമായിട്ടുള്ള ഫലമായിരിക്കും കാണുന്നത്. അതുപോലെ തന്നെ സഹോദര ബന്ധങ്ങളെല്ലാം നിലനിർത്തുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പൊതുവെ അകൽച്ചയിൽ കഴിയുന്നവരെല്ലാം ഒത്തുചേരുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ബന്ധുക്കൾ മൂലം പുതിയ അനുയോജ്യപരമായിട്ടുള്ള ഫലങ്ങളും ബന്ധുക്കൾ വന്ന് ചേരുവാനുള്ള ഒരു സമയം കൂടിയായി കാണുന്നുണ്ട്. പുതിയ ബന്ധുക്കൾ മൂലം പുതിയ ആശയങ്ങൾ പിറക്കുകയും ബന്ധുക്കളുടെ സഹകരണം മൂലം സഹായഹസ്തങ്ങൾ നടക്കുകയും വിവാഹ ബന്ധങ്ങൾ ഉറപ്പിക്കുകയും അതിനുള്ള തയ്യാറെടുപ്പുകൾ വരുവാനുള്ള സാധ്യതയുണ്ട്. കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നവർക്കെല്ലാം പൊതുവെ അനുകൂലപരമായിട്ടുള്ളൊരു സമയം തന്നെയാണ് കാണുന്നത്. പുതിയ നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും പുതിയ ഭവന നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും പുതിയ വാഹനങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും പുതിയ വാഹന ബിസിനസ് നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഉചിതപരമായിട്ടുള്ള ഒരു സമയം തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ മാതൃബന്ധം കുറച്ചുകൂടി മെച്ചപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പുതിയ ഭവനങ്ങൾ നിർമ്മിക്കുവാനും ഭവന നിർമ്മാണത്തിലൂടെ ധനം സമ്പാദിക്കുവാനും ഉള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങൾ മൂലം വളരെ ഉചിതപരമായിട്ടുള്ള അനുഭവങ്ങൾ വന്നു ചേരുകയും ബിസിനസ് മേഖലയിൽ പൊതുവെ അഭിവൃദ്ധി കിട്ടുകയും പുതിയ ആശയങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നതാണ്. സാഹസികപരമായിട്ടുള്ള നീക്കങ്ങളിലൂടെ പൊതുവെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അത് കാരണം ആലോചിച്ച് ബുദ്ധിപൂർവ്വം ചെയ്യുമ്പോൾ സാഹസികപരമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ബുദ്ധിപൂർവ്വം വളരെ ആലോചിച്ച് വേണം ചെയ്യുവാനുള്ള സാധ്യത. നിവൃത്തിസ്ഥാനം, അതായത് ദീർഘകാലമായിട്ട് അഭിനയിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം സഫലമാകുവാനുള്ള സാധ്യത കൂടുതലായി കണ്ടുവരുന്നുണ്ട്. വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് നടക്കാനുള്ള സാധ്യതയും ഇപ്പോൾ കാണുന്നുണ്ട്. അതുപോലെ പ്രണയത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന യുവാക്കൾക്കെല്ലാം പ്രണയ സാഫല്യം വരുവാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് പൊതുവെ പഠനത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണർവും ബുദ്ധിക്ക് ഉണർവും വരുവാനുള്ള സാധ്യതയും വിചാരിക്കാത്ത മാർക്കുകൾ കിട്ടുവാനുള്ള സാധ്യതയും അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗവൺമെന്റ് ജോലിയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രമോഷൻ കിട്ടുവാനുള്ള സാധ്യതയും അതുകൂടാതെ തന്നെ ബിസിനസ് രംഗത്ത് ചെയ്യുന്നവർക്ക് സ്വർണ്ണാഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലപരമായിട്ടുള്ള സമയം തന്നെയാണ്. വസ്ത്രമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇലക്ട്രിക് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ് വളരെ ഉചിതപരമായിട്ട് വരുവാനുള്ള സാധ്യതയുണ്ട്. ഭാഗ്യസ്ഥാനം പൊതുവെ ക്ലിയർ ആണ്. ഭാഗ്യസൂക്തം ചെയ്യുന്നത് മൂലം കുറച്ചുകൂടെ ഭാഗ്യസ്ഥാനം തെളിയുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ലാഭസ്ഥാനം ഉണർവോടുകൂടി വരുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ധനശേഖരണം ഒരു പരിമിതി വരെയെല്ലാം നമ്മൾ വിചാരിക്കുന്ന സമയത്ത് കിട്ടുകയും അത് വന്നു ചേരുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഗവൺമെന്റ് ജോലി അന്വേഷിച്ചിരിക്കുന്നവർക്കെല്ലാം അത് വന്നു ചേരുവാനുള്ള സാധ്യതയും മിക്കവാറും കാണുന്നുണ്ട്. വിദേശത്തിനായിട്ട് പഠിക്കുന്നവർക്കും വിദേശത്ത് ജോലി നോക്കുന്നവർക്കും വിദേശത്ത് ഇരുന്നുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം ശ്രദ്ധിക്കുന്നവർക്കും അനുകൂലപരമായിട്ടുള്ള സമയം തന്നെയാണ് കാണുന്നത്.
സ്ഥാനഭ്രംശം ആഗ്രഹിക്കുന്നവർക്കെല്ലാം അത് നടക്കുവാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം ഗുണപരമായിട്ടുള്ള സംഭവം തന്നെ കാണുന്നുണ്ട്. ഗവൺമെന്റ് ആനുകൂല്യങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നവർക്കും അത് വന്നു ചേരുവാനുള്ള സമയം കൂടിയാണ് ഇപ്പോൾ കാണുന്നത്. പൊതുവെ ഇവർക്ക് വളരെ ഉചിതപരമായിട്ടുള്ള സമയം തന്നെയാണ്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലപരമായിട്ടുള്ള ഒരു സമയം തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. പൊതുവെ ഇവർക്ക് വിഷുഫലം പൊതുവെ അനുകൂലപരമായിട്ടുള്ള ഒരു സ്ഥിതി തന്നെയാണ് വന്നിരിക്കുന്നത്. അത് കാരണം കൊണ്ട് തന്നെ നേട്ടങ്ങൾ കൊയ്യുവാനുള്ളൊരു സമയം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ പൊതുവെ ഈ വർഷം വിഷുഫലം നിങ്ങൾക്ക് വളരെ ഉചിതമായിട്ട് വരും.